ട്രാൻസ്ലേറ്റ് ചെയ്യുവാനായിട്ട് ജസ്റ്റിസ് കുരുവിളി മുമ്പോട്ട് സഹോദരൻ ജസ്റ്റിസ് കുരുവിളി മുമ്പോട്ട് ചെയ്യുന്നു. ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കാം. എബ്രഹാമിനെ കുറിച്ചാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. For tonight's meditation, let's turn to Genesis chapter 12 and we'd like to study about the life of Abraham. ഇവിടെ ആദ്യമായിട്ട് അബ്രാഹാമിനെ കുറിച്ച് ഇതിനു മുമ്പ് പറയുന്നുണ്ട്, 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. Before we learn about Abraham here, എന്നാൽ 12-ാം അധ്യായം തുടങ്ങുന്നത് യഹോവ അബ്രാഹാമിനോട് അരുളി ചെയ്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് ദൈവം അരുളി ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. In the beginning of chapter 12, we find that Lord commanding or Lord saying to Abraham that you go to a land which I will show forth. നമ്മളിത് വളരെ പ്രാവശ്യം വായിച്ചു പോകുന്ന വേദഭാഗമാണ്. We have time and again gone through these passages. ഇത് വളരെ സിമ്പിളായിട്ട് തോന്നും. We think that it is a simple passage. എന്നാൽ ഇതിൻ്റെ കുറച്ച് പാശ്ചാത്തലം നാം ഒന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, എബ്രഹാമിനെ ദൈവം വിളിച്ചു, യഹോവ എബ്രഹാമിനെ വിളിച്ചു. എന്നാൽ അത് എന്തുമാത്രം പ്രയാസത്തോടുകൂടി ആയിരിക്കണം എബ്രഹാം മുൻപോട്ട് പോകുന്നതെന്ന് നമുക്ക് ഇതിൻ്റെ പാശ്ചാത്തലം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. Here we see that Lord is calling Abraham, and we can understand from the background that what pain or what struggle he would have gone through to follow that instruction. കാരണം ജലപ്രളയം ഭൂമിയിലുണ്ടായി. There was flood in the world, we see that. അത് മുൻപിലുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. Before chapters relate that. ജലപ്രളയത്തിന് ശേഷം ആകെ ശേഷിച്ചത് നോഹയും തൻ്റെ ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാരുമാണ്. And after the flood we see that only Noah and the related family only survived. അവരുടെ ആ പെട്ടകം അററാത്ത് പർവ്വതത്തിൽ ഉറച്ചു. And that ark got stored in that mountain. ആ അററാത്ത് പർവ്വതത്തിൽ ഉറച്ചതിന് ശേഷം അവർ ആ തുർക്കിയുടെ ഭാഗങ്ങളിൽ അവർ കൃഷിയൊക്കെ ചെയ്ത് ശിനാർ സമതല പ്രദേശത്തേക്ക് ഇറങ്ങി വന്ന് അവരവിടെ കൃഷിയൊക്കെ ചെയ്ത് ഇങ്ങനെ വളരെ കാര്യമായിട്ട് സമ്പന്നരായിട്ട് അവിടെ ജീവിച്ചിരിക്കുന്ന ഒരു സമയമാണ്. And it's a time when Noah is settling down in a region nearby Turkey, and we know they are going to a life of contentment there. നോഹ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. Noah is alive there. ഷേം അവിടെ ജീവിച്ചിരിപ്പുണ്ട്. Shem is there. ഷേമിനെ കുറിച്ച് നാം വായിക്കുന്ന ജലപ്രളയത്തിന് ശേഷം 100 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഷേം 600 വർഷങ്ങൾ ജീവിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത്. About Shem we read that after that he lived for around 600 years. അപ്പോൾ ഈ എബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ 3 പ്രത്യേക കാര്യങ്ങളാണ് എബ്രഹാമിനോട് പറയുന്നത്. And when Lord is calling Abraham here, there are 3 different things that we need to note here. അവിടെ പ്രത്യേകമായിട്ട് അവിടെ പറയുന്നത്, നീ നിന്റെ ദേശത്തെ വിടണം. You have to get out of your country. നീ നിന്റെ ചാർച്ചക്കാരെ വിടണം. You have to leave your kindred. നിന്റെ പിതൃഭവനവും വിടണം. And your father's house. ഇത് വളരെ പ്രത്യേകമായിട്ട് ദൈവം എബ്രഹാമിനോട് പറയുവാനുള്ള കാരണം നമുക്ക് ഇത് പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. The reason behind this specific instructions we will know as we study the passage. കാരണം അവിടെ നോഹ, ഷേം, അർപ്പക്ഷാദ്, ഷാലഹ്, ഏബർ, പെലഗ്, റെയു, ഷെരൂഗ്, നാഹോർ, തേരഹ്, എബ്രാം എന്നിവരുടെ ആ തലമുറകൾ മുഴുവനും ഈ സമതല പ്രദേശത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. Here we find Abraham's family line starting from Shem, Salah, Eber, and all those family line are there in that livelihood. ഒരു പക്ഷേ ഈ എബ്രഹാമിനെ ദൈവം വിളിക്കുന്ന സമയത്ത് നമുക്ക് ആ ജീനിയോളജി നാം പഠിക്കുമ്പോൾ ഒരു പക്ഷേ നോഹയും ഷേമും അവരെ പൂർവ്വപിതാക്കന്മാർ വരെ ഈ ദേശത്ത് ജീവിച്ചിരിപ്പുണ്ട്. And if we study the family line, we can understand that even the age time of up to Noah also, those people were also in that area. അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്ന് ചിന്തിക്കുക, ഇവരുടെ ഒരു കുടുംബയോഗം വല്ലതും നടന്നു കഴിഞ്ഞാൽ ഈ മുതുമുത്തച്ഛനായിരിക്കുന്ന നോഹയും ഈ ഷേമും അർപ്പക്ഷാദും ഒക്കെ ഈ എല്ലാ മക്കളെയും വിളിച്ചുകൂട്ടി അവരോട് ദൈവം ഇടപെട്ടതും അവിടെ ഉണ്ടായ
ന്യായവിധിയും എല്ലാ കാര്യങ്ങളും ഇവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കാം. And maybe we can think that if there is a family get together of this family, we can understand that the great grandfather Noah sharing their experiences, how that Lord led through their flood experiences, and all these things would have been a title or a subject there. അപ്പൊ അവരതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ എബ്രാഹാം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. And Abraham is witnessing all those things. അങ്ങനെയുള്ള എബ്രാഹാമിനോടാണ് ദൈവം ഒരു ദിവസം പറയുന്നത്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക. And at that time Lord is instructing Abraham to go out to a land which he will show. എബ്രാഹാമിന് അത് വളരെ ഉളവാക്കി കാണും. And certainly this would have created some struggle in him. ഈ ശിനാർ സമതല പ്രദേശം എന്ന് പറയുന്ന വളരെ ഫലഭൂഷ്ടമായിരിക്കുന്ന സമതല പ്രദേശമാണ്. And if the place that he is currently it's well and well fed there. ആ ദേശം വളരെ മനോഹരമായ ദേശമാണ്. And it's a beautiful place. പിതൃഭവനത്തിൽ എല്ലാവരും ഉണ്ട്. And all the family line household members are there. അങ്ങനെ എബ്രാഹാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എബ്രാഹാമിനോട് പറയുന്നത്. And it is during that time that Lord instructs Abraham to move. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പ്രയാസമുള്ള കാര്യമായിട്ടിരിക്കുന്നു. And if we link this to our practical lives, even we can have that struggle in ourselves. പക്ഷേ ദൈവം അവിടെ എബ്രാഹാമിനെ വിളിച്ചിട്ട് 5 കാര്യങ്ങളാണ് പറയുന്നത്. And later on Lord says 5 different things to Abraham. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. I will make you a great nation. നിന്റെ പേര് വലുതാക്കും. Your name will be great. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. Those who bless you will be blessed. നീ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. If you curse somebody, that person will be cursed. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. All the families of the earth will be blessed through you. പ്രിയമുള്ളവരെ, ദൈവം ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെയും നമ്മെയും വിളിക്കുമ്പോൾ നമുക്ക് വിട്ടുപോരാൻ എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് മടിയുണ്ടോ, എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് ദൈവം നമ്മെ സ്നേഹിച്ച് അതിൽ നടത്തും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. One more thing, just like Abraham was called out, God may sometimes call out to leave certain things, but in following forward we see a great blessing ahead. ഈ എബ്രാഹാമിന്റെ ജീവിതത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. Here we find the beginning of the faith, the life of faith from Abraham. വിട്ടുപോരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് എബ്രാഹാം വിട്ടുപോന്നു. Even though it's difficult to leave certain things, he is deciding to leave and move forward. എബ്രാഹാമിനെ കുറിച്ച് ഞാനൊരു കഥ ഇങ്ങനെയാണ് വായിച്ചത്. I read the story like this about Abraham. എബ്രാഹാമും തന്റെ പിതാവും വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും വിഗ്രഹങ്ങളെ വ്യാപാരം ചെയ്യുകയും ചെയ്യുമായിരുന്നു. Abraham and his father used to make idols and used to deal on those idols. എന്നാൽ ഒരു ദിവസം എബ്രാഹാമിനെ ഈ ദൈവം വിളിച്ചപ്പോൾ, And when one day when Lord called Abraham, ഈ എബ്രാഹാം ഒരു ചുറ്റി എടുത്തുകൊണ്ട് പോയി ഈ സകല വിഗ്രഹങ്ങൾ ഒന്നൊഴികെ സകല വിഗ്രഹങ്ങൾ ഉടച്ചു കളഞ്ഞു. and he destroyed all the idols except one. എന്നിട്ട് ഈ ചുറ്റിക ഈ വലിയ വിഗ്രഹത്തിന്റെ കയ്യിലേക്ക് വെച്ചു. And he gave this hammer to that idol's hand. പിറ്റേ ദിവസം തന്റെ പിതാവ് വന്നു. The next day father came. പിതാവ് ചോദിച്ചു, ഇതെന്താണ് സംഭവിച്ചത്, ഇത് എങ്ങനെ സംഭവിച്ചു? എബ്രാഹാമിനോട് ചോദിച്ചു. Father asked Abraham, what happened? What happened here? എബ്രാഹാം പറഞ്ഞു, ആ വലിയ വിഗ്രഹം ഈ ചെറിയ വിഗ്രഹങ്ങളെല്ലാം തച്ചുടച്ചു കളഞ്ഞു. Abraham said that the big idol just destroyed the other small idols. നിങ്ങൾക്കറിയാം, തേരഹ് ഒന്ന് ചിരിച്ചു. We can imagine Terah would have laughed. തേരഹ് പറഞ്ഞു, അതെങ്ങനെ സാധിക്കാനാണ്? Terah would have said, how that could happen? ഈ വലിയ വിഗ്രഹം ചെറിയ വിഗ്രഹങ്ങളെ എങ്ങനെ തകർത്ത് കളയാൻ പറ്റും? How can the big idol destroy the other small idols? അതിന് ജീവനില്ലല്ലോ. There is no life അത് there. ചിന്തിക്കാൻ കഴിയുകയില്ല. How can it think? അബ്രഹാം ചോദിച്ചു, Abraham asked like this. ഇങ്ങനെയുള്ള ഒരു ദൈവത്തെ നമ്മൾ എന്തിനാണ് സേവിക്കുന്നത്? Then why are we following such a God? പ്രിയമുള്ളവരെ, ഇതൊരു കഥയാണ്. This is a story. എന്നാൽ എബ്രഹാം ആ ദൈവം വിളിച്ചപ്പോൾ എബ്രഹാം മുൻപോട്ട് കാലെടുത്ത് വെച്ചു. But here we find that Abraham taking the step forward when Lord is calling him. പിന്നെ നാം എബ്രഹാമിനെ കാണുന്നത് ദേശത്തൊരു ക്ഷാമം ഉണ്ടാകുന്ന സമയത്താണ്. And later on when we find Abraham in a situation of famine. എബ്രഹാം മിസ്രൈമിലേക്ക് കടന്നു പോവുകയാണ്. He is going to Egypt. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ ഹിതത്തിലാണ് നമ്മളെന്ന് കരുതുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. We need to understand that even though we understand it's God's will, sometimes there may be a sorrow, there could be a trial there. എന്നാൽ
ആ ദൈവം വിളിച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് എബ്രഹാം മിസ്രൈമിലേക്ക് പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. But here we find that even in that calling purpose, even though he is in that purpose, he is going down to Egypt. പ്രിയമുള്ളവരെ, നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സഭ അതിനു വേണ്ടി പ്രാർത്ഥിക്കും. If there is a need, church will pray for us. നമ്മുടെ കുടുംബം അതിനു വേണ്ടി പ്രാർത്ഥിക്കും. Family will pray for us. നമ്മൾ തന്നെ അതിനു വേണ്ടി പ്രാർത്ഥിക്കും. Even we ourselves will pray for ഒരു us. ദൈവഹിതം നമുക്ക് വെളിപ്പെട്ടു തരും. To understand or to reveal God's എന്നാൽ ഈ will. ദൈവഹിതത്തിന്റെ മധ്യത്തിലും ദേശത്ത് ക്ഷാമം ഉണ്ടാകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. Here, even in midst of that God's will, we find there is a famine. ദൈവഹിതത്തിന്റെ മധ്യത്തിൽ വിഷമിക്കുന്ന എബ്രഹാമിനെ നമുക്ക് ഇവിടെ കാണാം. Here we find that Abraham struggling in midst of the God's will. എബ്രഹാം മിസ്രൈമിലേക്ക് പോയി, ഞാൻ പറയേണ്ട ആവശ്യമില്ല അവിടെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. We know what happened when he went down to Egypt. എന്നാൽ മിസ്രൈമിൽ നിന്ന് വലിയവനായിരിക്കുന്ന ദൈവം എബ്രഹാമിനെ വിടുവിച്ച് വീണ്ടും തിരിച്ചയച്ചു. Abraham, we find Lord is again rescuing Abraham from Egypt there. 12ന്റെ 20-ാം വാക്യത്തിൽ അങ്ങനെയാണ് നാം അവിടെ വായിക്കുന്നത്. That is what we read in chapter 12 and verse 20. ഫറവോൻ അവനെക്കുറിച്ച് തന്റെ ആളുകളോട് കൽപ്പിച്ചു, അവർ അവനെയും അവന്റെ ഭാര്യയെയും അവനുള്ള സകലവുമായി പറഞ്ഞയച്ചു. So Pharaoh commanded his men concerning him, and they sent him away with his wife and all that he had. ദൈവഹിതത്തിൽ നിന്ന് നമുക്ക് തോന്നുമ്പോൾ, നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, നാം അത് ആ പ്രയാസത്തിലൂടെ കടന്നു പോകുവാനായിട്ടാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. Even though when we are in the midst of God's will, even though there may be difficulties or sufferings, we know that God will lead through in that suffering. പലപ്പോഴും നമുക്ക് തോന്നാം നാം ദൈവഹിതത്തിലാണ്, എന്നാൽ പ്രയാസങ്ങൾ വന്നപ്പോൾ ഇത് ദൈവഹിതമല്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഒരുപക്ഷെ നാം ചിന്തിച്ചു പോയേക്കാം. Sometimes even though we are in the midst of God's will, because of certain difficulties, we may doubt God's will in that scenario. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അത് ദൈവം നമ്മെ ശക്തിപ്പെടുത്തുവാനായിട്ട് തരുന്നതാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. We need to understand that even in those sufferings or in that difficulties, God is wanting to strengthen us in Him. 26-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം ഇസ്ഹാക്കിനോടുള്ള ബന്ധത്തിൽ നാം കാണുന്നുണ്ട്. In relation to Isaac, we read in Genesis chapter 26 and verse 2. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ ഇസ്ഹാക്ക് ഗെരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി. അപ്പോൾ യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം. Here we find in relation to Isaac, there was a famine in that land which was similar to those in the first days of Abraham, and Lord really commanding Isaac not to go down to Egypt there. ഇസ്ഹാക്കിന്റെ കാര്യത്തിൽ ദൈവം നേരിട്ട് ഇടപെട്ട് പറഞ്ഞു, നീ മിസ്രയീമിലേക്ക് പോകരുത്. എന്നാൽ എബ്രഹാമിന്റെ കാര്യത്തിൽ അത് ഉണ്ടായില്ല. In terms of Isaac, God is directly intervening to refrain him from going to Egypt. But that did not happen in case of Abraham. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. There could be a scenario like this in our life also. ദൈവം നമ്മളോട് നേരിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിലൂടെ നമ്മളോട് അത് വിശദമാക്കി തന്നില്ല എന്ന് വരാം. There could be that God will reveal directly or through the scenario certain things to us. എന്നാൽ ദൈവഹിതത്തിന്റെ മധ്യത്തിൽ അവന്റെ ഹിതത്തിനനുസരിച്ച് നാം കഷ്ടം സഹിക്കുമ്പോൾ അതിനുള്ള പോക്കുവഴിയും ദൈവം ഉണ്ടാക്കും എന്ന് നാം മനസ്സിലാക്കണം. But we need to understand that if we are in the midst of God's will, even in those suffering, He will certainly show us a way forward. നമുക്ക് വീണ്ടും താഴേക്ക് വരാം. 13-ാം അധ്യായം നാം വായിക്കുമ്പോൾ ലോത്തും എബ്രഹാമും ഇങ്ങനെ വീണ്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. Here again we find in chapter 13 that Lot and Abraham is going forward in the journey. അവരിങ്ങനെ സഞ്ചരിച്ചു വരുമ്പോൾ അവർ രണ്ടുപേരും സമ്പന്നന്മാരായി. In that way forward, they all become wealthy. അവരുടെ സമ്പത്ത്, രണ്ടുപേരുടെയും സമ്പത്ത് കാരണം ദേശത്ത് ഒരുമിച്ച് പാർക്കുവാൻ അവർക്ക് ബുദ്ധിമുട്ട് വന്നു. And because of the wealth, the increase in the wealth, they were not able to stay together. അവരുടെ കാഴ്ചപ്പാടുകൾ മാറി. Their outlook towards life changed. 13-ന്റെ 14-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. Chapter 13 and verse 14. And Lot said to Abraham, after Lot had separated from him, lift your eyes now and look from the place where you are, northward, southward, eastward and westward. For all the land which you see, I give to you and your descendants forever. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു, നീ തലപൊക്കി നോക്കുക. Here we find God telling Abraham to just lift your eyes. എന്നാൽ ഇത് തന്നെ ലോത്തിനും സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. This is the same scenario which happens with Lot also. 10-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. In verse 10 we see Lot lifting his eyes and looking at the plain of Jordan. പ്രിയമുള്ളവരെ, ലോത്തും അബ്രഹാമും ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടവരാണ്.
Lot and Abraham both started from one place. ലോത്തും എബ്രഹാമും ഒരുപോലെ അവരുടെ പിതാക്കന്മാരുടെ ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്നവരാണ്. They are the persons who have started from the same father's line. അവരൊരുപോലെ ദൈവത്തെ അറിഞ്ഞവരാണ്. They knew God equally same way. എന്നാൽ അവിടെയുള്ള പദങ്ങളുടെ വ്യത്യാസം നാം ശ്രദ്ധിക്കണം. But here we find a difference in the usage of words here. ലോത്ത് നോക്കി, ലോത്തിന്റെ നോട്ടം ലോത്തിന്റെ സ്വന്തമായ നോട്ടമായിരുന്നു. Here we find in 10, Lot is looking, but it is his own eyes. ലോത്തിന്റെ കണ്ണെങ്ങോട്ടാണ് പോയത്? Where was his eyes? ലോത്ത് നോക്കിയപ്പോൾ യോർദാന്റെ പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. Oh, his eyes went to the plain of Jordan, which was full of greenery. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ കണ്ണുകൾ നീരോട്ടമുള്ള പ്രദേശങ്ങളിലേക്കാണ് നാം നോക്കുന്നത്. Today are we looking at the green pastures? എവിടെയാണ് നമുക്ക് മെച്ചം എന്നാണ് നാം നോക്കുന്നത്. Where are we, which is more beneficial? That is what we see. അവിടെ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തെ ബലികഴിക്കേണ്ടതായിട്ട് വരാം. Maybe we'll have to do sacrifice of faith there. നമ്മൾ പറയും കുഴപ്പമില്ല, അവിടെ നീരോട്ടമുള്ള പ്രദേശങ്ങളാണ്. Oh, we may say that, oh, it's no problem. We may, oh, it's a place of greenery. അത് യഹോവയുടെ തോട്ടം പോലെ ഇരുന്നു എന്നാണ് ഇവിടെ നാം അതിന്റെ 10ാമത്തെ വാക്യത്തിൽ അവസാന ഭാഗത്ത് വായിക്കുന്നത്. In the last portion of verse 10 we see that it looked as if like the garden of the Lord. പ്രിയമുള്ളവരെ, അത് നീരോട്ടമുള്ള പ്രദേശമായിരുന്നെങ്കിലും പാപത്തിന്റെ കൂടാരമായിരുന്നു എന്നുള്ളത് നാം മറന്നു